എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കല്ലാർകുട്ടി ഡാമിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇടുക്കി ജില്ലയിലെ അടിമാലിക്ക് സമീപം വെള്ളത്തുപോൽ പഞ്ചായത്തിലാണ് മുതിരപ്പുഴയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കല്ലാർകുട്ടി ഡാം. ഇതിൻ്റെ നിർമ്മാണം 1962 പൂർത്തീകരിച്ചതാണ്. ഈ റിസർവോയറിൻ്റെ അടുത്ത കരയിലൂടെ തന്നെയാണ്, തൊട്ട് ചേർന്നാണ് എല്ലാ വാഹനങ്ങളും പോകുന്ന മെയിൻ റോഡ് സ്ഥിതി ചെയ്യുന്നത്. യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ആ ഭാഗത്ത് കാണുന്നില്ല. ഈ ഡാമിന് മുകളിലൂടെയാണ് ചെറിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകും. അക്കരെ ഇക്കരെ കടന്നു പോകുന്നുണ്ട്. വലിയ ഭാരമുള്ള വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. (1962) ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനാണ്. ഈ ഡാമിൻ്റെ ഉയരം 43 മീറ്ററാണ്. 182 മീറ്റർ നീളവുമുണ്ട്. 5 ഷട്ടറുകളാണ് ഇതിന് നിലവിലുള്ളത്. ഈ റിസർവോയറിന് മധ്യത്തിലൂടെയാണ് അടിമാലി രാജാക്കാട് റോഡ് കടന്നു പോകുന്നത്. അതിൻ്റെ ഈ പാലത്തിലൂടെയാണ് ആ റോഡുകൾ കടന്നു പോകുന്നത്. വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്ന പനംകുട്ടി പവർ ഹൗസിലാണ്. ഇവിടുന്ന് ടണൽ വഴിയാണ് ജലം അങ്ങോട്ട് എത്തിക്കുന്നത്. ലോവർ പ്രിയർ പദ്ധതിയുടെ പാമ്പള അണക്കെട്ടിന് തൊട്ട് മുകളിലാണ് പനംകുട്ടി പവർ ഹൗസ് ഉള്ളത്. ഇവിടെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് കേട്ടോ.